ഞാൻ 5 വർഷം വയറിൽ കത്രിക പേറി ജീവിച്ചതിനേക്കാൾ ഇപ്പോഴനുഭവിക്കുന്ന ശാരീരിക വേദനയേക്കാളേറെ ഞാൻ അനുഭവിച്ച മാനസിക വേദനയാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചാൽ ഒരു കാരണവശാലും കൈയും കെട്ടി നോക്കിയിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഇത് സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതിനാണ് അർഷീന ഇവിടെ എത്തിയത്. വലിയൊരു നീതികേട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആരോഗ്യമന്ത്രി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. എന്താണ് ജനങ്ങളോട് പറയാൻ? ഇത്രയും വലിയ ഒരു കേരളത്തിലെ ഒരു സാധാരണക്കാരിയായ സ്ത്രീ ഇത്രയും വലിയ ഒരു ദുരന്തം അനുഭവിച്ചിട്ടും എന്റെ അടുത്ത് വന്ന് നെറ്റിയിൽ ഉമ്മ വെച്ച് പോയി 15 ദിവസത്തിനുള്ളിൽ പരിഹാരം പറഞ്ഞ മന്ത്രി 4 വർഷത്തോളമായി ഒരു തരത്തിലുള്ള നീതി എന്റെ അടുക്കലേക്ക് എത്തിയിട്ടില്ല. അപ്പം ചെറിയ ഒരു തുച്ഛമായ പ്രഖ്യാപനം നടത്തി സമാശ്വാസം ഹർഷിനക്ക് നൽകിയില്ല എന്നുള്ളൊരു നഷ്ടപരിഹാരം നൽകുന്നു എന്ന് പറഞ്ഞാണ് അന്ന് അത് പ്രഖ്യാപിച്ചത്. അങ്ങനെ നമ്മൾ അവഗണിച്ചിട്ട് ഞാൻ 5 വർഷം വയറിൽ കത്രിക പേറി ജീവിച്ചതിനേക്കാൾ ഇപ്പോഴനുഭവിക്കുന്ന ശാരീരിക വേദനയേക്കാളേറെ ഞാൻ അനുഭവിച്ച മാനസിക വേദനയാണ്. ഇത്രയും പ്രയാസം അനുഭവിച്ച ഒരാൾക്ക് നീതി ഇന്ന് ലഭ്യമാകും നാളെ ലഭ്യമാകുന്നു എന്ന് കാത്തു നിന്നിട്ട് ഒരു തരത്തിലുള്ള നീതി എത്തിയില്ല. അഹങ്കാരത്തിന്റെ ആ ഒരു ശബ്ദമാണ് നമുക്കിപ്പം കേൾക്കാൻ കഴിയുന്നത്. ഇതുവരെ നമ്മൾ കാത്തിരുന്നു എന്തെങ്കിലും രൂപത്തിൽ നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കുന്നുള്ളത്. ഞാനൊരു അമ്മയാണ്. ഹർഷിന അനുഭവിച്ച വേദന ഒരിക്കലും ഒരാൾ അനുഭവിക്കാൻ പാടില്ലാത്തതാണ്. തീർച്ചയായും അർഹമായ നഷ്ടപരിഹാരവും ചെയ്തവർക്കെതിരെ നടപടിയും എടുക്കുമെന്ന് പറഞ്ഞിട്ട് ചെയ്തവർക്കെതിരെ ഇന്ന് വരെ ഒരു തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടില്ല. നമുക്ക് അർഹമായ നഷ്ടപരിഹാരവും നമുക്ക് നൽകേണ്ട നീതിയോ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇപ്പം നമ്മൾ സർക്കാരിനോട് ചോദിക്കുമ്പോൾ എപ്പോഴും അവരുടെ ഒരു വാദം ഹർഷിനയ്ക്ക് ഒപ്പമാണെന്നാണ്. പക്ഷെ അത് പ്രാവർത്തികമാകുന്നില്ല എന്നാണോ? വാക്കുകൾ കൊണ്ടൊപ്പം ഉണ്ടായിട്ട് എന്ത് കാര്യം? പ്രവൃത്തി കൊണ്ടൊപ്പം ഉണ്ടാകുന്നവരോടൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. പ്രവൃത്തി കൊണ്ട് എന്തായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കൊരു രാഷ്ട്രീയമില്ല, എനിക്കൊരു രാഷ്ട്രീയ ലക്ഷ്യമില്ല. ഞാൻ നടത്തിയ ഇത്രയും വേദനയോടുകൂടി 110 ദിവസത്തോളം തെരുവിൽ വെയിലും മഴയും പൊടിയും കാറ്റുമായിട്ട് നമ്മളെ കൂടെ ദിനേശ് ചേട്ടൻ ഇവിടെ ഉണ്ട്, ദിനേശ് പെരുമാണം. നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ നമ്മളെ കൂടെ അത്രയും സഹോദര തുല്യനായി നിന്ന് ഇത്രയും നമ്മൾ പോരാട്ടം നടത്തിയിട്ടും ആ ഒരു വേദനക്ക് പോലും രാഷ്ട്രീയ സമരം എന്ന് പറഞ്ഞ് പുച്ഛിച്ച ആളുകളാണ് ഇവർ. അപ്പോൾ പോലും നമ്മൾ എന്നിട്ടും പറഞ്ഞു ഞാൻ ഇവിടെ എന്ത് രാഷ്ട്രീയം, എൻ്റെ വേദനയാണ് ഇവിടെ രാഷ്ട്രീയം. അതിനൊരു പരിഹാരം കാണാതെ നമുക്ക് അർഹതപ്പെട്ട നീതി നിഷേധിക്കപ്പെട്ടപ്പോഴാണ് നമ്മൾ സമരത്തിലേക്ക് ഒരു തെരുവിലേക്കൊക്കെ ഇറങ്ങിയത്. എന്നിട്ട് പോലും നമ്മളെ അവഗണിച്ചു വിട്ടപ്പോൾ നമുക്കുണ്ടായ വേദന അതൊരിക്കലും നമുക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. നമുക്ക് നീതി കിട്ടിയേ പറ്റും. ഇങ്ങനെയുള്ള ആളുകളെല്ലാം നമുക്കൊരു ജനപ്രതിനിധിയായിട്ട് വേണ്ടത്. നമ്മളെ കൂടെ നിൽക്കണം. ഇപ്പോഴും ഞാൻ ചികിത്സയിലാണ്. ഈ ചികിത്സക്ക് തുടർ ചികിത്സക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു സഹായം ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ട് അഭ്യർത്ഥിച്ചിട്ട് പോലും ഒരു തരത്തിലുള്ള ഒരു സഹായം ഉണ്ടായില്ല എന്ന് പോലും അല്ല, ഒരു തരത്തിലുള്ള ഒരു മൈൻഡ് പോലും ഉണ്ടായില്ല. ആ സമയത്ത് നമുക്ക് തുണയായി നമുക്ക് സഹായമായിട്ട് വന്നത് മുൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാറും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സാറോ അവരൊന്നും എൻ്റെ രാഷ്ട്രീയം നോക്കിയിട്ടോ എൻ്റെ വോട്ടോ ആർക്കാണെന്ന് നോക്കിയിട്ടോ ഒന്നല്ല എനിക്ക് സഹായം നൽകിയിട്ട്. ആ ഒരു സഹായത്തിലാണ് ഞാൻ ഇപ്പോഴും ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ മരണം വരെ ഈ വേദനയും ചികിത്സകളും തുടരേണ്ട അവസ്ഥയാണ്. ചെറിയ 3 പിഞ്ചു കുഞ്ഞുങ്ങളുള്ള ആളാണ്. എൻ്റെ കുടുംബവും എൻ്റെ ഒരു 25-ാം വയസ്സിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇപ്പോൾ 33 വയസ്സായിട്ടുള്ളൂ. ഈ സമയം തന്നെ എൻ്റെ ഇത്രയും നല്ല കാലം, എൻ്റെ പഠനം, എൻ്റെ കരിയർ എല്ലാം ഇത് കാരണം നശിച്ചുപോയി. എൻ്റെ വീട്ടിൽ ഒരു മക്കൾക്ക് പോലും സാധാ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പോലും കഴിയാതെ കിടന്നു പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു വേദനക്കിടയിൽ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ നീതി നിഷേധിച്ചവർക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. തീർച്ചയായും 4 വർഷത്തോളം നമ്മൾ സമര രംഗത്തേക്കും ഈ പോരാട്ട രംഗത്തേക്കും അന്ന് മുതൽ നമ്മളെ കൂടെ സഹോദരനെ പോലെ നിന്ന ആളാണ് നമ്മൾ സ്ഥാനാർത്ഥി അബിൻ വക്കീൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നമ്മൾ സാധാരണക്കാരെ കൂടെ നിന്നിട്ട് അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നവരാണ് നമുക്ക് ജനപ്രതിനിധിയായിട്ട് വേണ്ടത്. തീർച്ചയായും ഇവിടെയുള്ള വോട്ടർമാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, എല്ലാ അമ്മമാരോടും സഹോദരിമാരോടും പ്രത്യേകിച്ച് ഇത്രയും വേദന സഹിച്ച ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെയുള്ള നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു യുവ വരുന്ന നമ്മൾ നിയമസഭയിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ അബിൻ വർക്കിയെ നിങ്ങളെ വിലയേറിയ വോട്ടുകൾ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ അത് നൽകി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം. അത് നമ്മളെ ഇത്തരം ജനപ്രതിനിധികൾക്കുള്ള, അതായത് ആരോഗ്യമന്ത്രി ഇത്രയും നീതി നിഷേധം കാണിച്ചവർക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധമായിട്ട് തന്നെ നിങ്ങൾ ഓരോ വോട്ടും വീടട്ടെ എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അബിനോടാണ് ചോദ്യം. ഒരു ആരോഗ്യമന്ത്രി സ്ത്രീയാണ്, എന്നിട്ടും ഇത്തരത്തിലൊരു സ്ത്രീക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഗുരുതരമായി നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അല്ല, അത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പൊ ഹർഷിനയോട് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായ ചോദ്യം എന്ന് പറഞ്ഞാൽ തരാനുള്ളതൊക്കെ തന്നില്ലേ, ഇനി എന്തിനാണ് സമരം നടക്കുന്നത്, എന്താണ് ഈ തരാനുള്ളതൊക്കെ തന്നില്ലേ എന്ന് ചോദിക്കുന്നത്. ഈ ആരോഗ്യവകുപ്പിന്റെ വീഴ്ച കാരണം സംഭവിച്ചതാണ് അവരനുഭവിക്കേണ്ടി വന്ന വേദന. 5 കൊല്ലക്കാലം അവർ വേദന അനുഭവിച്ചു.
ആ വേദനയ്ക്കപ്പുറമായിട്ട് അവർ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു, പ്രതിസന്ധി അനുഭവിച്ചു, കുടുംബജീവിതത്തിൽ പ്രതിസന്ധി അനുഭവിച്ചു. ഇതൊക്കെ അനുഭവിച്ചപ്പോഴും അവർ ഒരു വാക്കുകൊണ്ട് പോലും ആദ്യഘട്ടത്തിൽ സർക്കാരിനെതിരെ പറഞ്ഞില്ല. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ സമരവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ സർക്കാരിനെതിരെ ഒരു വാക്കുകൊണ്ട് പോലും പറഞ്ഞില്ല. പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ സർക്കാർ പോലും അപമാനിക്കുന്ന തരത്തിലാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ അപമാനിക്കുമല്ലേ, ഒരു സ്ത്രീ അപമാനിക്കുമല്ലേ, ഒരു പേറ്റുനോവെടുത്ത് പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ ഒരു സ്ത്രീയെ ഒരു സ്ത്രീ തന്നെ അപമാനിക്കുമ്പോൾ നമുക്ക് വേറെ എന്ത് പറയാൻ സാധിക്കും? തരാനുള്ളതൊക്കെ തന്നില്ലേ എന്ന് എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? ഇപ്പോഴും ചികിത്സയിലാണ്. തുടർ ചികിത്സയ്ക്ക് തന്നെ എത്രയോ പണം വേണം, അതും കള്ളം പറഞ്ഞതാണ്. ഏത് തരാനുള്ളത് തന്നില്ലേ എന്ന് പറയുമ്പോൾ കള്ളം പറയുകയാണ്. യാതൊന്നും കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു അപമാനിക്കുന്നതിന് തുല്യമായി, സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമായി ഇവിടെ ഇടപെടുന്ന ആരോഗ്യ വകുപ്പിനെതിരെയാണ് ഞങ്ങളുടെ ഈ ഒരു പ്രതിഷേധമാണ്. ഞാൻ ആദ്യം മുതൽ ഹർഷിനയുടെ സമരവുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട ദിനേശ് പെരുമണ്ണ അടക്കമുള്ളവരുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ ബന്ധപ്പെട്ടതാണ്. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇവർക്കെതിരെ നടപടിയെടുക്കാതെ ഇവരെ സംരക്ഷിച്ച് നിർത്തുന്ന നിലപാടാണ് ആരോഗ്യവകുപ്പ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് ആരോഗ്യവകുപ്പിന്റെ മന്ത്രിയുടെ ധാർഷ്ട്യത്തിന്റെയും ധിക്കാരത്തിന്റെ കൂടി പ്രതിഫലനമാണ്. അതിനെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചാൽ ഒരു കാരണവശാലും കൈയും കെട്ടി നോക്കിയിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഇത് സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതിനാണ് ഹർഷീന ഇവിടെ എത്തിയത്.